നമസ്കാരം, ചിലഞ്ചറാപ്പിന്റെ SSC ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് CHSL ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. CHSL ഒരു ന്യൂ പാറ്റേൺ ടൈപ്പ് ആണ്, അനലോഗിയാണ്. അനലോഗിയില് നമ്പർ അനലോഗിയാണ് നമ്മൾ നോക്കുന്നത്. അനലോഗിയിൽ നിങ്ങൾക്കറിയാം നമ്പർ അനലോഗി, ലെറ്റർ അനലോഗി ഒക്കെ വരാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്പർ അനലോഗിയാണ് കേട്ടോ. നമ്പർ അനലോഗിയുടെ പാർട്ട് 1 ആണ് നോക്കുന്നത്. കുറച്ചധികം എന്താണ് കാര്യങ്ങളായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുതിയ പാറ്റേൺസിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം CHSLന്റെയും CGLന്റെയും ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ പോകുന്നത് എക്സാം വരെ. CHSLന്റെയും CGLന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇത് കുറച്ച് ന്യൂ പാറ്റേൺസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ എന്താണ് നമ്പർ അനലോഗി? അനലോഗിയിൽ 2 ടൈപ്പാണ് ഞാൻ പറഞ്ഞത്, 3 ടൈപ്പുണ്ട്. ലെറ്ററും നമ്പറും കൂടി മിക്സ് ആയിട്ട് വരുന്നതുമുണ്ട്. അപ്പൊ ഇത് നമ്മൾ നമ്പർ അനലോഗി മാത്രമാണ് നോക്കുന്നത്. അനലോഗിയുടെ ബേസിക് കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ ലോജിക്ക് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഞാൻ ആദ്യം ഇത് എങ്ങനെയാണ് ഇതിന്റെ ലോജിക്ക് കണക്ട് ചെയ്ത് പോകുന്നതെന്നും ഓരോന്നിന്റെയും ലോജിക്കും പറഞ്ഞു പോവാം. ഓക്കെ ആണല്ലോ? പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിരിക്കും ബാക്കിയുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മളിപ്പോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സീരീസ് പോലെ പോകുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ എല്ലാ കോഴ്സുകളും SSC RRBയുടെ എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ്. അപ്പൊ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചലഞ്ചർ ആപ്പ് കൂടെ ഡൗൺലോഡ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു തേർഡ് നമ്പർ in the same way second number is related to the first number and the sixth number is related to the fifth number എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കുകയൊന്നും വേണ്ട. നമ്മുടെ സാധാരണ നമുക്ക് 2 എണ്ണം മാത്രമേ തരത്തുള്ളൂ അല്ലെ. ഇതിപ്പോ എക്സ്ട്രാ കുറച്ച് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് പോകുന്നതെന്ന് മാത്രം സാധാരണ നമുക്ക് ഇത്രയൊക്കെ തരത്തുള്ളൂ. 2 എണ്ണം, ഇത് 2 തരും. ഇത് 2 തരും. അടുത്ത 2 എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. ഇതും തമ്മിലുള്ള നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെയാണ്. ഇത് അത്രേ ഉള്ളൂ. അതിൽ ഇത് കുറച്ചുകൂടി തന്നിരിക്കുന്നു കേട്ടോ. അപ്പൊ ജസ്റ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടണം, എന്തെങ്കിലുമൊക്കെ ലോജിക്ക് വെച്ചിട്ട് കിട്ടണം. അപ്പം ഈ നമ്പേഴ്സ് കാണുമ്പോൾ നമുക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ 64 എന്ന് കാണുമ്പോൾ നമുക്കറിയാം അതൊരു 8ന്റെ സ്ക്വയർ ആണെന്ന് അറിയാം. ഇപ്പൊ ഈ 64 എന്ന് പറയുന്നത് എന്താണ്? 8ന്റെ സ്ക്വയർ ആണ്. അപ്പം 512 എന്ന് പറയുന്നത് എന്താണ്? 8ന്റെ ക്യൂബ് ആണെന്ന് നമുക്കറിയാം. ക്യൂബും സ്ക്വയറും ഒക്കെ കൃത്യമായി പഠിച്ചിരുന്നാൽ മാത്രമേ നമ്പർ അനലോഗിയും മാക്സും എല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു 10-20 വരെയെങ്കിലും സ്ക്വയറും ക്യൂബും പഠിച്ചു വെച്ചേക്കാം. അതുപോലെ തന്നെ 169 എന്താണ്? 13ന്റെ സ്ക്വയർ ആണ് അല്ലെ. 13ന്റെ സ്ക്വയർ ആണ്. ഇവിടെ എന്തോ വരും, അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്, നമുക്കറിയില്ല. അടുത്ത് 225 എന്തിന്റെ സ്ക്വയർ ആണ്? 15ന്റെ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അതുപോലെ 3375 ഏതാണ്? കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് 15ന്റെ ക്യൂബ് ആണെന്ന് അറിയാം. അപ്പം ഇതെങ്ങനെയാണ് ഇത് പോകുന്നത്? 8ന്റെ സ്ക്വയർ, 8ന്റെ ക്യൂബ്, 13ന്റെ സ്ക്വയർ, ബാക്കി നമുക്ക് തന്നിട്ടില്ല. 15ന്റെ സ്ക്വയർ, 15ന്റെ ക്യൂബ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരുന്നത്? 13ന്റെ ക്യൂബ് ആയിരിക്കും നമുക്ക് ഇവിടെ വരുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാം. 13ന്റെ ക്യൂബ് എത്രയാണ്? 2197 ആണ് നമ്മുടെ 13ന്റെ ക്യൂബ് വരുന്നത്. ഓക്കെ, നമ്മുടെ ആൻസർ എന്താണ്? 2197. ആൻസർ 1 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്പർ അനലോഗി പോകുന്നത്. ലോജിക്ക് മാത്രം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അടുത്ത് പറഞ്ഞേക്കുവാണെങ്കിൽ എഴുതിയിരിക്കുന്നതല്ല, അതിൽ കൃത്യമായി പറഞ്ഞ 96 ഈസ് റിലേറ്റഡ് ടു 16 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സെർട്ടൺ ലോജിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോളോയിങ് ദ സെയിം ലാംഗ്വേജ് 156 ഈസ് റിലേറ്റഡ് ടു 26 എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 228 എന്നിനെയാണ് ഈ ലോജിക്ക് വെച്ച് പോകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ 96ഉം 16ഉം 186ഉം 26ഉം 228 എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പെട്ടെന്ന് നമുക്ക് കിട്ടുമ്പോ എന്താണ്? 16 ഇൻറ്റു സംതിങ് ചെയ്താൽ, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ, ഇത് വലുതാണല്ലോ, 16 വലുതാണ്, 26 എന്താണ്? വലുതാണ്. ഒന്നെങ്കിൽ ഡിവൈഡ് ചെയ്ത് താഴേക്ക് വരാം, അല്ലെങ്കിൽ ഇൻറ്റു ചെയ്ത് പോകുന്നതാണ് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് കിട്ടും. അപ്പൊ ഏത് സംഖ്യകൾ ഉണ്ടാണെന്ന് നമുക്ക് നോക്കാം. 16 ഇൻറ്റു 6 ആണ് എന്ത് വരുന്നത്? 96 വരുന്നത്. അതുപോലെ 26 ഇൻറ്റു 6 ആണ് എന്ത് വരുന്നത്? 186 വരുന്നത്. അപ്പൊ ഇവിടുത്തെ എന്തോ ഇൻറ്റു 6 ആണ് 228 വരുന്നതെന്ന് പറയാം. തിരിച്ചും കണ്ടുപിടിക്കാം, ഡിവിഷൻ ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഞാൻ പെട്ടെന്ന് എന്റെ ലോജിക് കിട്ടിയതുപോലെ ചെയ്യുന്നുള്ളൂ. അപ്പൊ 228 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 38 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ 3 ആണ്, 38. ഓക്കെ, അത്രേ ഉള്ളൂ. തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുക, മറ്റേതിൽ അപ്ലൈ ചെയ്യാം. സെയിം വേ വേറൊരു ക്വസ്റ്റ്യൻ, അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 11 ഇത് റിലേറ്റഡ് ടു 55 ആണ്. അതുപോലെ 22 ഈസ് റിലേറ്റഡ് ടു എത്രയാണ്? 110 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 44 ഈസ് റിലേറ്റഡ് ടു എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. 11, 55
കാണുമ്പോൾ തന്നെ 11 ഇൻറ്റു 5 എത്രയാണ്? 55 മനസ്സിലായി. അതുപോലെ തന്നെ 22 ഇൻറ്റു 5 എത്രയാണ്? 110 നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ 44 ഇൻറ്റു 5 20 22 220. ആൻസർ 220, ഓപ്ഷൻ 3. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. നെക്സ്റ്റ്, 5 ഈസ് റിലേറ്റഡ് ടു 27 ഇൻ എ സർട്ടൺ ലോജിക്. അതുപോലെ 7 ഈസ് റിലേറ്റഡ് ടു 51 സർട്ടൺ ലോജിക്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 4 എങ്ങനെയാണ് ഇതിലേത് ഓപ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ 5ഉം 27ഉം തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണല്ലോ. 5ന്റെ സ്ക്വയർ 25 പ്ലസ് 2 ചെയ്യുമ്പോൾ 27 കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണ്. 49 പ്ലസ് 2 ചെയ്യുമ്പോൾ 51 കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 18 ആണ്. നമ്മുടെ ആൻസർ 18 ആണ്. ഓക്കെ, കണ്ടില്ല എങ്ങനെയാണ് ലോജിക്കുകൾ പല രീതിയിലാണ് പോകുന്നത്, നമ്മളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 45 ഈസ് റിലേറ്റഡ് ടു 100 ഇന്ന സർട്ടൻ ലോജിക്കില്ല. അതുപോലെ തന്നെ 65 ഈസ് റിലേറ്റഡ് ടു എന്താ പറഞ്ഞേക്കുന്നത്? 140 എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 105 റിലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നേരത്തെ ചെയ്ത അതേ ലോജിക്കാണ് നമുക്ക് ഇവിടെ നോക്കാം. 45 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്? 45 ഇൻറ്റു 2 90 പ്ലസ് 10 ആണ് 100 എന്ന് പറയുന്നത്. അതുപോലെ 65 ഇൻറ്റു 2 ഇവിടെ 2 ചെയ്യണം കേട്ടോ. 65 ഇൻറ്റു 2 പ്ലസ് 10 എന്ന് പറയുന്നത് 140 ആണ്. സെയിം വേ 105 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 105 ഇൻറ്റു 2 പ്ലസ് 10 എന്ന് പറയുന്നത് നമുക്ക് 220 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ തേർഡ് ഓപ്ഷൻ ആണ്. ഓക്കെ ആണ്. അടുത്ത ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. ആ സെറ്റ് ഓഫ് നമ്പേഴ്സ് വെച്ചിട്ട് അതുമായിട്ട് ഓപ്ഷനിൽ ഏതാണെന്നുള്ളത് ഓപ്ഷനിൽ നിന്നാണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം 10, 5, 20 എന്നൊരു തന്നിട്ടുണ്ട്. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ട് 14, 7, 28 അങ്ങനെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ ആണ്. അപ്പം ഈ രണ്ട് ലോജിക്കും കണ്ടുപിടിച്ച അതേ ലോജിക്കുള്ള ഒരെണ്ണം നമ്മുടെ ഓപ്ഷനിലും ഉണ്ട്. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ സെറ്റ് ഓഫ് നമ്പേഴ്സ് പോയിരിക്കുന്നത് നമ്മൾ ആദ്യം നോക്കണം. 10, 5, 20 5 മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 5ന്റെ ഓരോ ഗുണിതങ്ങളാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ 10 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോ എന്താണ്? 5 കിട്ടും അല്ലെ. 5 ഇൻറ്റു 4 ചെയ്യുമ്പോ 20 കിട്ടും. നമുക്ക് 14ഉം 7ഉം ആണ്. അങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 14 ബൈ 2 എന്ന് പറയുന്നത് 7 ആണ് അല്ലെ. 7 ഇൻറ്റു 4 എന്ന് പറയുന്നത് 28 ആണ്. അപ്പം ഇത് ബൈ 2 ഇൻറ്റു 4 എന്നുള്ള ഏതോ ഒരെണ്ണം ഇതിലുണ്ട്. അത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. പെട്ടെന്ന് പകുതി ഉള്ളത് കണ്ടുപിടിക്കുക. ഇൻറ്റു 4 ചെയ്യാം. 22 11 ഇൻറ്റു 4 40. ഇതാണ് ആൻസർ വരുന്നത്. അപ്പൊ 22 ബൈ 2 എന്ന് പറയുന്നത് 11 ആണ്. 11 ഇൻറ്റു 4 എന്ന് പറയുന്നത് എന്താണ്? 44. അപ്പൊ അതാണ് നമ്മുടെ ഓപ്ഷൻ 3. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അടുത്തത്. 111, 16, 7. അടുത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ 167, 14, 12 ആണ്. ഓക്കെ, നമുക്കൊരു കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, 16 ഇൻറ്റു 7 എന്ന് പറയുന്നത് എത്രയാണ്? 112 ആണ് അല്ലെ. 112. 112 1 കുറച്ച് എന്ത് കിട്ടും? 111. അതായത് ഇവിടെയുള്ള നമ്പർ നമുക്ക് കിട്ടും. അതുപോലെ ഇത് ഓക്കെ ആണോ നോക്കാം. 14 ഇൻറ്റു 12 എന്ന് പറയുന്നത് 168 ആണ്. -1 ചെയ്യുമ്പോൾ 167 കിട്ടും. ഓക്കെ, ഇത് നമ്മൾ ഇൻറ്റു ചെയ്തിട്ട് 1 കുറയ്ക്കുമ്പോൾ ഇവിടുത്തെ നമ്പർ കിട്ടും. അതുപോലെ ഏതോ ഒരെണ്ണം ഇവിടെ ഉണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ, 11 ഇൻറ്റു 12 -1 132 -1 131. അപ്പൊ നമ്മുടെ ഓപ്ഷൻ വരുന്നത് 131. സെയിം ലോജിക്ക് ഫോളോ ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, അടുത്ത 59, 83, 97 ഒരു സെറ്റ്. അടുത്ത സെറ്റ് 63, 87, 101. അപ്പൊ ഇത് ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ ഇത് ഓപ്ഷനിൽ നിന്ന് ഒരെണ്ണം കണ്ടുപിടിക്കണം. ലോജിക്കൽ പല ടൈപ്പായിട്ട് വരും. ചിലപ്പോൾ ഇൻഡു ചെയ്യണം, ചിലപ്പോൾ ഡിവൈഡ് ചെയ്തിട്ട് കൂട്ടണം, അങ്ങനെ ഒരുപാടുണ്ട്. നമ്പർ അനലോഗി ഒത്തിരി ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും. ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അത് തന്നെയാണ് അവർ ഈ നോട്ടായിട്ട് എഴുതിയിരിക്കുന്നത്.
ഓക്കെ, അപ്പൊ നമുക്ക് ഈ നമ്പേഴ്സിൽ നിന്ന് എങ്ങനെ ഇത് കിട്ടാം? മൾട്ടിപ്ലൈ ചെയ്ത് വലിയ നമ്പർ ഒന്നും ആവുന്നില്ല. അപ്പൊ എന്തോ സബ്സ്ട്രാക്ഷനും അഡീഷനും ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 59 പ്ലസ് 24 എത്ര വരുന്നത്? 83 വരുന്നത് അല്ലെ. പ്ലസ് 14 എന്ന് പറയുമ്പോൾ 97 വരുന്നുണ്ട്. സെയിം as വേ എന്താണ് പ്ലസ് 24 പ്ലസ് 14 ചെയ്യുമ്പോൾ 101 കിട്ടുന്നുണ്ട്. പ്ലസ് 24 14 അടുത്ത ഇവിടെയും പ്ലസ് 24 പ്ലസ് 14 ചെയ്യുമ്പോൾ അടുത്ത നമ്പേഴ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിൽ ഏതാണെന്ന് ചോദിച്ചാല് 71. ഓക്കെ, 71 പ്ലസ് 24 എന്ന് പറഞ്ഞാല് 95 ആണ്. 95 പ്ലസ് 14 എന്ന് പറഞ്ഞാല് 109 ആണ്. അപ്പൊ അതാണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. അടുത്തത് നോക്കിയേ, 5 7 74 6 4 52 അല്ലെ. ഇത് തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കുക. ഇത് രണ്ടെണ്ണം ചെറുതും ഒരു നമ്പർ വലിയ നമ്പറുമാണ്. അപ്പൊ 5 ഓക്കെ 25 പ്ലസ് 49 ആണ് എന്ത് വരുന്നത്? 74 വരുന്നത് അല്ലെ. അതായത് 5ന്റെ സ്ക്വയർ 25, 7ന്റെ സ്ക്വയർ 49, 74 കിട്ടും. 6ന്റെ സ്ക്വയർ 36, 4ന്റെ സ്ക്വയർ 16 പ്ലസ് 52 കിട്ടും അല്ലെ. അങ്ങനെയാണ് പോയിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ 11 121 25 146 കിട്ടും. 11 5 146 ആണ് കേട്ടോ കിട്ടാം. 121 25 146 കിട്ടും. അപ്പൊ അതങ്ങനെ കിട്ടി. അടുത്ത ചോദ്യം 26 38 128 എന്നൊരു നമ്പർ ഓഫ് സെറ്റും 42 90 122 എന്നുള്ളൊരു സെറ്റും തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇതും ചിലപ്പോ പക്ഷെ ഇത് ചെറിയ നമ്പറാണ് അപ്പുറത്ത് വരുന്നത്. എന്തുകൊണ്ട് തന്നെ നമുക്ക് 26 പ്ലസ് 38 ചെയ്തു നോക്കാം. പ്ലസ് 38 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 128 കിട്ടുന്നുണ്ട്. അതുപോലെ 42 പ്ലസ് 90 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 122 കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ഓപ്ഷനിലുള്ളത് 33 പ്ലസ് 23 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 112 എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ 3 ആണ്. 33 23 112 ആണ് നമ്മുടെ ഓപ്ഷൻ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ നമ്പർ പാർട്ട് 1 ആണ് കേട്ടോ. ഇനി അടുത്ത പാർട്ട് ഇച്ചിരി കൂടി പാടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലല്ല, കുറച്ച് വെള്ളം. ഇത് പാടുള്ളതെന്നല്ല, ഇതിന്റെ ലോജിക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. പക്ഷെ ലോജിക് കണ്ടുപിടിക്കാനാണ് പാട് കേട്ടോ. ആ ലോജിക് കണ്ടുപിടിക്കേണ്ട രീതിയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് പല ലോജിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരും. ഇൻഡു ആയിരിക്കോ, സബ്സ്ട്രാക്ഷൻ ആയിരിക്കോ, മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും, അഡിഷൻ ആയിരിക്കും എന്നുള്ളത് പെട്ടെന്ന് എന്ത് ചെയ്യും? പെട്ടെന്ന് വരും ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത ദിവസം എന്താണ് പാർട്ട് 2 ചെയ്യാം. അപ്പൊ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പാർട്ട് 2 നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.